നമസ്കാരം. ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾ സുരക്ഷിതരല്ലേ? മതപരിവർത്തന നിയമത്തിന്റെ പശ്ചാത്തലത്തിൽ ക്രിസ്ത്യൻ പുരോഹിതന്മാർക്കും കന്യാസ്ത്രീകൾക്കുമെതിരെ നടക്കുന്ന അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്ന സമകാലിക ഇന്ത്യയിൽ ഈ ചോദ്യത്തിന് വലിയ പ്രസക്തിയുണ്ട്. ഒഡീഷയിലും ഛത്തീസ്ഗഡിലും ഉണ്ടായ സംഭവങ്ങൾ ഒറ്റപ്പെട്ടതാണെന്ന് നമുക്ക് പറയാനാകില്ല. RSS പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ബജ്രംഗ് ദളിന്റെ പ്രവർത്തകരാണ് ഇതിനു പിന്നിലെന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ടും ഭരണകൂടവും നിയമ സംവിധാനങ്ങളും അവർക്കൊപ്പം നിലയുറപ്പിക്കുന്നത് ജനാധിപത്യ ഇന്ത്യയുടെ മതേതരത്തിനേറ്റ വലിയ ക്ഷതമാണ്. വീണ്ടും ആ ചോദ്യം ആവർത്തിക്കേണ്ടിയിരിക്കുന്നു. ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾ ശരിക്കും സുരക്ഷിതരാണോ? വാർത്തയിലേക്ക് വരാം. ഒഡീഷയിലെ ജലേശ്വറിൽ മലയാളി പുരോഹിതന്മാർക്ക് നേരെ നടന്ന ആക്രമണത്തിൽ പ്രതികരണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തിയിരിക്കുകയാണ്. ബുധനാഴ്ച വൈകിട്ടാണ് ജലേശ്വർ ഇടവകയ്ക്ക് കീഴിലുള്ള ഗംഗാധർ ഗ്രാമത്തിൽ മതപരിവർത്തനം നടത്തിയെന്നാരോപിച്ച് മലയാളികളായ 2 വൈദികരെയും കന്യാസ്ത്രീകളെയും ബജ്രംഗ് ദൾ പ്രവർത്തകർ ആക്രമിച്ചത്. ഇത്തരം ആക്രമണങ്ങൾ രാജ്യത്തെ ക്രിസ്ത്യാനികൾക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന വർഗീയ വേട്ടയാടലിന്റെ പ്രതിഫലനമാണെന്നാണ് മുഖ്യമന്ത്രി X എഴുതിയ പോസ്റ്റിൽ പറയുന്നത്. ഭരണകൂടത്തിന്റെ ശിക്ഷാ ഇളവ് മൂലം സാധ്യമായ അത്തരം ഹിന്ദുത്വ ഭീകരതയെ മതേതര ജനാധിപത്യ ശക്തികൾ ഒറ്റക്കെട്ടായി ചെറുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. എന്തുകൊണ്ട് ഇത് നിത്യസംഭവമാകുന്നു എന്ന ചോദ്യമാണ് അവിടെ ഉയരുന്നത്. ഇന്ത്യയിൽ, പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ ക്രിസ്ത്യൻ പുരോഹിതർക്കും കന്യാസ്ത്രീകൾക്കും നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ സമീപകാലത്ത് വർദ്ധിച്ചു വരുന്ന ഒരു ആശങ്കാജനകമായ പ്രവണത തന്നെയാണ്. ഇത് കേവലം ഒറ്റപ്പെട്ട സംഭവങ്ങളായി കാണാനാകില്ല, മറിച്ച് ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ വേരൂന്നിയതും ആസൂത്രിതവുമായ അജണ്ടകളുടെ ഭാഗമാണെന്ന് വ്യക്തമാക്കുന്ന തെളിവുകളും ലഭ്യമാണ്. ഒഡീഷയിൽ മലയാളി വൈദികൻ ഫാദർ ലിജോ നിരപ്പേലിനും ഒരു കന്യാസ്ത്രീക്കും നേരെ നടന്ന ആക്രമണം ഈ പ്രവണതയുടെ ഏറ്റവും പുതിയ ഉദാഹരണമാണ്. മരണാനന്തര ശുശ്രൂഷ പങ്കെടുത്ത് മടങ്ങി വരുമ്പോൾ 70ഓളം വരുന്ന ഒരു സംഘം ഇവരെ തടഞ്ഞു നിർത്തുകയും ക്രിസ്ത്യാനികളെ ഇവിടെ ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് ആക്രോശിക്കുകയും ബൈബിൾ വലിച്ചെറിയുകയും മർദ്ദിക്കുകയും ചെയ്തു. ബജ്രംഗ് ദൾ പ്രവർത്തകരാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പരാതിയിൽ പറയുന്നു. മതപരിവർത്തനം ആരോപിച്ച് നിരന്തരം ക്രിസ്ത്യൻ മിഷണറിമാരെയും പുരോഹിതരെയും കന്യാസ്ത്രീകളെയും ലക്ഷ്യമിടുന്ന സംഘപരിവാർ സംഘടനകളുടെ പതിവ് രീതിയുടെ ഭാഗമാണിത്. ആക്രമിക്കപ്പെട്ട വൈദികന്റെ കുടുംബം പറയുന്നതനുസരിച്ച് ഇത്തരം ആക്രമണങ്ങൾ മുൻപും നടന്നിട്ടുണ്ടെന്നും BJP അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഇവയുടെ തീവ്രത വർദ്ധിച്ചത് എന്നുമാണ്. പോലീസ് സ്ഥലത്തെത്താൻ വൈകിയെന്നും ആക്രമികൾക്കെതിരെ നടപടി ഉണ്ടായിട്ടില്ലെന്നും വൈദികന്റെ കുടുംബം ആരോപിക്കുന്നു. ഛത്തീസ്ഗഡിൽ 2 മലയാളി കന്യാസ്ത്രീകൾ മനുഷ്യക്കടത്ത് ആരോപിച്ച് അറസ്റ്റിലായ സംഭവവും സമാനമായ സാഹചര്യത്തിൽ വേണം കാണാൻ. ഈ കേസ് കെട്ടിച്ചമച്ചതാണെന്ന് CBCA ഉൾപ്പെടെയുള്ള സഭാ നേതൃത്വങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. കന്യാസ്ത്രീകൾക്കൊപ്പം യാത്ര ചെയ്തിരുന്നത് പ്രായപൂർത്തിയായ ക്രിസ്ത്യൻ പെൺകുട്ടികളായിരുന്നു എന്നും അവർക്ക് ജോലിയുമായി ബന്ധപ്പെട്ടു പോകാൻ എല്ലാ യാത്രാരേഖകളും ഉണ്ടായിരുന്നുവെന്നും CBCA ചൂണ്ടിക്കാണിച്ചു. ബജ്രംഗ് ദൾ പ്രവർത്തകരാണ് ഇവരെ തടയുകയും നിർബന്ധിത മതപരിവർത്തനം, മനുഷ്യക്കടത്ത് തുടങ്ങിയ വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തത്. പെൺകുട്ടികളിൽ ഒരാൾ മൊഴി മാറ്റി പറഞ്ഞത് ഭീഷണിപ്പെടുത്തിയതാണെന്നും റിപ്പോർട്ടുകൾ വന്നു. സഭാവസ്ത്രം ധരിച്ച് യാത്ര ചെയ്യാൻ പോലും ഭയപ്പെടുന്ന അവസ്ഥയാണെന്നും നിയമ സംവിധാനങ്ങൾ പക്ഷാപാതപരമായി പെരുമാറുന്നുവെന്നും സിറോ മലബാർ സഭയും പ്രതികരിച്ചിട്ടുണ്ട്. ഈ സംഭവങ്ങൾ വിലയിരുത്തുമ്പോൾ വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ, പ്രത്യേകിച്ച് ഹിന്ദുത്വ ദേശീയതയുടെ പങ്ക് വ്യക്തമാണ്. ക്രിസ്ത്യാനികൾക്കെതിരായ അതിക്രമങ്ങളെ മനുഷ്യാവകാശ സംഘടനകൾ, സംഘപരിവാറും തീവ്രവാദ സംഘടനകളും രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി വർഗീയ സംഘർഷങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു തന്ത്രമാണ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷ് കൊളോണിയൽ നയത്തിന്റെ തുടർച്ചയായാണ് പല ചരിത്രകാരന്മാരും ഇന്ത്യയിലെ മതപരമായ അതിക്രമങ്ങളെ നോക്കിക്കാണുന്നത്. ഹിന്ദു ഭൂരിപക്ഷം ന്യൂനപക്ഷമായി മാറുമോ എന്ന ഭയം ഉയർന്ന ജാതിയിലുള്ള ഹിന്ദു ദേശീയവാദികൾക്കിടയിൽ ശക്തമാണ്. ക്രിസ്തു മതത്തിലേക്കുള്ള മതപരിവർത്തനങ്ങളെ ഇതൊരു ദേശീയ ഭീഷണിയായി ഇവർ ചിത്രീകരിക്കുന്നു. ക്രിസ്ത്യാനികളുടെ ജനസംഖ്യ 1971 2.53% 2011 2.3% കുറഞ്ഞുവെങ്കിലും ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കുക എന്ന BJPയുടെ പ്രഖ്യാപിത അജണ്ടയുടെ ഭാഗമായി മറ്റ് മതവിശ്വാസങ്ങളെ ശത്രുക്കളായി കാണുകയും പുറത്താക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. മതപരിവർത്തനം തടയൽ എന്ന പേരിൽ കൊണ്ടുവന്ന നിയമങ്ങൾ ക്രിസ്ത്യൻ സമൂഹങ്ങളെ ലക്ഷ്യമിട്ട് ദുരുപയോഗം ചെയ്യപ്പെടുന്നതായി റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. പ്രാർത്ഥനാ യോഗങ്ങൾ നടത്തുന്നതിനോ ആത്മീയ മാർഗനിർദ്ദേശം നൽകുന്നതിനോ മാത്രമാണ് പല വൈദികരെയും വിശ്വാസികളെയും നിർബന്ധിത മതപരിവർത്തനം ആരോപിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നത്. പലപ്പോഴും ആക്രമികൾക്കെതിരെ നടപടിയെടുക്കാതെ ഇരകളെ മതപരിവർത്തന നിയമപ്രകാരം അറസ്റ്റ് ചെയ്യുന്ന പ്രവണതയും കാണപ്പെടുന്നു. സംസ്ഥാന സർക്കാരുകളുടെയും പ്രാദേശിക അധികാരികളുടെയും ഒത്താശയോടെയാണ് പലപ്പോഴും ഇത്തരം ആക്രമണങ്ങൾ നടക്കുന്നത്
നടക്കുന്നതെന്നും തെളിവുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ ക്രിസ്ത്യൻ പുരോഹിതർക്കും കന്യാസ്ത്രീകൾക്കും നേരെയുണ്ടാകുന്ന ആക്രമണങ്ങൾ കേവലം ക്രമസമാധാന പ്രശ്നങ്ങളായി നമുക്ക് കാണാനാകില്ല. അത് ഇന്ത്യയുടെ മതേതര സ്വഭാവത്തെയും ഭരണഘടനാ മൂല്യങ്ങളെയും വെല്ലുവിളിക്കുന്ന വലതുപക്ഷ ഹിന്ദു രാഷ്ട്രീയത്തിന്റെ ആസൂത്രിതമായ നീക്കങ്ങളുടെ ഭാഗമാണ്. ഭയമില്ലാതെ വിശ്വാസം ആചരിക്കാനുള്ള പൗരന്റെ അവകാശത്തെ ഇത് നിഷേധിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഭരണകൂടം ക്രിസ്ത്യൻ സമൂഹങ്ങൾക്ക് സംരക്ഷണം നൽകുകയും ഇത്തരം ആക്രമണങ്ങൾക്ക് പിന്നിലുള്ള ശക്തികളെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരികയും ചെയ്യേണ്ടത് അനിവാര്യം തന്നെയാണ്. RSSന്റെ അനുബന്ധ സംഘടനയായ ബജ്റംഗ് ദൾ ക്രൈസ്തവ സ്ഥാപനങ്ങൾ, പള്ളികൾ, വിദ്യാലയങ്ങൾ എന്നിവയ്ക്കെതിരെ ആക്രമാസക്തമായ പ്രവർത്തനങ്ങൾ നടത്തുന്നതായി ഇതിനോടകം തന്നെ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. 2025 ഒഡീഷയിലും ഛത്തീസ്ഗഡിലും മലയാളി വൈദികരെയും കന്യാസ്ത്രീകളെയും മതപരിവർത്തന ആരോപണങ്ങളുടെ പേര് പറഞ്ഞ് ആക്രമിച്ച സംഭവങ്ങൾ ഇതിന്റെ ഉദാഹരണങ്ങൾ മാത്രമാണ്. ബജ്റംഗ് ദൾ പോലുള്ള ഹിന്ദു ദേശീയവാദ സംഘടനകളുടെ പ്രവർത്തനങ്ങളുടെ കാതൽ ഹിന്ദുത്വ പ്രത്യയശാസ്ത്രമാണ്. ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ഇവർ ക്രൈസ്തവ, മുസ്ലിം മതവിഭാഗങ്ങളുടെ വളർച്ചയെ തങ്ങളുടെ ലക്ഷ്യത്തിന് ഭീഷണിയായിട്ടാണ് നോക്കിക്കാണുന്നത്. നിർബന്ധിത മതപരിവർത്തനം എന്ന ആരോപണമാണ് ഈ ആക്രമണങ്ങൾക്ക് ഇവർ പ്രധാനമായും ഒരു മറയായി ഉപയോഗിക്കുന്നത്. മതപരിവർത്തനം നടത്തുന്നവർ പ്രലോഭനങ്ങൾ, അതായത് പണം, വിദ്യാഭ്യാസം, ചികിത്സ എന്നിവ നൽകി ആളുകളെ മതം മാറ്റുന്നു എന്നാണ് ഇവരുടെ വാദം. എന്നാൽ പലപ്പോഴും ഇതിന് യാതൊരു തെളിവുകളുമില്ല. സ്വമേധയാ മതപരിവർത്തനം നടത്തുന്നവരെ പോലും ഭീഷണിപ്പെടുത്തുന്നതും അപമാനിക്കുന്നതും ഈ ഗ്രൂപ്പുകളുടെ ഒരു രീതിയാണ്. മതപരിവർത്തന വിരുദ്ധ നിയമങ്ങൾ നിലവിലുള്ള സംസ്ഥാനങ്ങളിൽ ഈ നിയമങ്ങളെ മറയാക്കി ഇവർ തങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് നിയമസാധുത വരുത്താൻ ശ്രമിക്കുന്നു. ഈ നിയമങ്ങൾ പലപ്പോഴും മതപരിവർത്തനം നടത്തിയ വ്യക്തിയിലും അതിന് സഹായിച്ചവരിലുമാണ് തെളിയിക്കാനുള്ള ഭാരം ചുമത്തപ്പെടുന്നത്. ഇത് സ്വാഭാവികമായ മതപരിവർത്തനത്തെ പോലും ദുഷ്കരമാക്കുന്നു. ഇത്തരം സംഭവങ്ങളിൽ പലപ്പോഴും ആക്രമണകാരികൾക്ക് നിയമ നടപടികളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്നു എന്നതും ഒരു വലിയ പ്രശ്നമാണ്. ഇത് ആക്രമണങ്ങൾ കൂടുതൽ ശക്തമായി തുടരാൻ അവർക്ക് ധൈര്യം നൽകുന്നു. ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന നിഷ്ക്രിയത്വവും ചിലപ്പോഴൊക്കെ പ്രത്യക്ഷമായ പിന്തുണയും ഈ പ്രവണതയ്ക്ക് ആക്കം കൂട്ടുന്ന ഘടകങ്ങളാണ്. ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾ തടയുന്നതിൽ അധികാരികൾക്ക് വീഴ്ച സംഭവിക്കുന്നുവെന്ന ആരോപണവും പലപ്പോഴും ഉയർന്നു കഴിഞ്ഞു. ഇത്തരം സംഭവങ്ങൾ ഇന്ത്യയുടെ മതേതരത്തിനും ഭരണഘടനാപരമായ അവകാശങ്ങൾക്കും വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. മതസ്വാതന്ത്ര്യം ഓരോ പൗരന്റെയും മൗലിക അവകാശമായിരിക്കെ അതിനെ ഹനിക്കുന്ന ഇത്തരം പ്രവൃത്തികൾ രാജ്യത്തിന്റെ സാമൂഹിക ഘടനയെ തന്നെ ദുർബലപ്പെടുത്തുന്നതാണ്. വിവിധ സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ച് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇത്തരം സംഭവങ്ങൾ വർദ്ധിച്ചു വരുന്നത് ആശങ്കാജനകമാണ്. ഈ വിഷയത്തെക്കുറിച്ചുള്ള ഒരു തുറന്ന ചർച്ചയും ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുള്ള ശക്തമായ നടപടികളും മാത്രമാണ് ഇത്തരം ആക്രമണങ്ങൾ അവസാനിപ്പിക്കാൻ സഹായിക്കുകയുള്ളൂ. ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന മതേതര മൂല്യങ്ങൾ സംരക്ഷിക്കേണ്ടത് രാജ്യത്തിന്റെ ഭാവിക്കും അവിടുത്തെ ഓരോ പൗരന്റെ ഭാവിക്കും അത്യന്താപേക്ഷിതമാണ്.